ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ആയിട്ടാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് ലേറ്റായി പോയി. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ വോയിസ് ഓവർക്ക് കൊടുക്കാനുള്ള മടി കാരണം അങ്ങനെ നീണ്ടുപോയി. അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഒരു മെമ്മോ പാഡാണ്. ഞാൻ 2 ടൈപ്പിലുള്ള മെമ്മോ പാഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് മെമ്മോ പാഡ് നമ്പർ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് A4 ഷീറ്റ് എടുത്ത് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. മുമ്പ് മെമ്മോ പാഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം മെത്തേഡ് തന്നെയാണ്. ഡിസൈനിന് മാത്രം ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ A4 ഷീറ്റ് മടക്കി കൊടുക്കുക. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ 8 ഇതായിട്ട് കിട്ടും. അതിൽ വേണം നമ്മൾ ഡിസൈൻ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് വരച്ചു കൊടുക്കുന്നത്. ഞാനിത് പിൻട്രസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് DIY ആയി ഉണ്ടാക്കിയതല്ലായിരുന്നു, എങ്കിലും നമുക്ക് അത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാത്തിലും ഇതേപോലെ കുറച്ച് ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ടിക്കൂട്ടി അവക്കോടെ വരച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയിലൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൂട്ടി വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിനൊന്ന് കളർ ചെയ്തും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെമ്മോ പാഡ് സെറ്റാവും. പിന്നെ സൈഡിൽ ഇത്തിരി കൂടി ഭംഗി ആയിക്കോട്ടെ വിചാരിച്ച് ടുഡു എന്നൊക്കെ എനിക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. ഒരാവശ്യമില്ല കേട്ടോ, വെറുതെ ഒരു രസം അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു മെമ്മോ പാഡ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതിൽ 2 മെമ്മോ പാഡ് ഉണ്ടാക്കുന്നുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു കുട്ടി ബാക്ക് ടു സ്കൂൾ ഗിവ് അവേ നടത്തണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഐറ്റംസൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മേ ബി ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് അനൗൺസ് ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കാം. ഇതിലുണ്ടാക്കുന്ന ഐറ്റംസ് മാത്രമല്ല, വേറെയും കുറച്ച് ഐറ്റംസും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈനിങ്ങിനൊക്കെ ശേഷം നമ്മളെല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഈ കട്ടിങ്. വേറെ ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുമ്പോഴും അത് കൊളായി പോകാറുണ്ട്. എന്നിട്ട് ഇതേപോലെ ക്ലിപ്പ് ചെയ്യുക, മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കുക. അത് അവിടെ ഇരുന്ന് ഉണങ്ങിക്കോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് രണ്ടാമത്തെ മെമ്മോ പാഡ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു മെമ്മോ പാഡ് ഞാൻ നമ്മുടെ നിന്നു ഷാജി ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഈസിയാണ്, പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. എനിക്ക് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാത്തിലും ഇതേപോലത്തെ ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു മെസ്സേജിൻ്റെ ഒക്കെ മാതിരത്തൊരു ഷേപ്പില്ലേ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് അടിയിൽ ഇതേപോലെ കുറച്ച് സർക്കിൾസ് യെല്ലോ കളറിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനൊരു സ്മൈലി ആക്കി കൊടുക്കുക. ഇതേപോലെ എല്ലാത്തിലും ഒന്നങ്ങ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി ഒരു ലുക്കിന് വേണ്ടിയിട്ട് സ്മൈൽ എന്നും മെമ്മോ എന്നൊക്കെ പറഞ്ഞൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളത്, ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ ഞാൻ A4 ഷീറ്റ് ഇതിലിങ്ങനെ സ്ക്വയർ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ നേരത്തെ പോലെ തന്നെ മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് സൈസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ നേരത്തെ പോലെ തന്നെ ക്ലിപ്പ് ചെയ്യുക, മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 ഐറ്റം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ ഈസി ആയിട്ടുള്ള മെമ്മോ പാഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. രണ്ടും ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2-3 A4 ഷീറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റിയിൽ കിട്ടും. അടുത്തത് നമുക്കൊരു പെൻസിൽ പൗച്ച് ഉണ്ടാക്കാം. ഈ ഒരു പെൻസിൽ പൗച്ച് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. നമ്മുടെ ചാനലിലും ഒരു പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്ത് മടക്കി കൊടുക്കുക. എന്നിട്ട് 2 സൈഡിലും ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ആ ടേപ്പ് ഒട്ടിക്കുന്ന ക്ലിപ്പ് എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. എന്നിട്ട് ആ ഒരു അടക്കുന്ന ഭാഗത്ത് ഇതേപോലെ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ തുറക്കുന്ന ഭാഗത്ത് ഒരു ഡബിൾ സൈഡ് ടേപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്കിലാണല്ലോ നമ്മുടെ പൗച്ചിലുള്ള സാധനങ്ങളൊക്കെ അതിൽ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ കൂടി ചാടി പോയില്ലേ. പിന്നെ കുറച്ച് ഡെക്കറേഷൻ പരിപാടിക്കായിട്ട് 2-3 സ്റ്റിക്കേഴ്സും അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മുടെ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റും കടയിൽ നിന്ന് 4 രൂപക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഒന്ന് മേടിച്ചുണ്ടാക്കി നോക്കാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് നെയിം സ്ലിപ്സ് ഉണ്ടാക്കാം. നമ്മളെ ഉണ്ടാക്കുന്ന ഇത്ര ഐറ്റംസിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും ഈ നെയിം സ്ലിപ്പ് എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ നേരത്തെ നമ്മൾ മെമ്മോ പാഡ് ഉണ്ടാക്കുമ്പോൾ മടക്കിയ പോലെ തന്നെ A4 ഷീറ്റ് ഒന്ന് മടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എല്ലാതും ഒന്നും എടുക്കുന്നില്ല കേട്ടോ, 8 ഒന്നും എടുക്കുന്നില്ല, 4-5 എടുക്കുന്നുള്ളൂ. എന്നിട്ട് അത് അതിലെല്ലാത്തിലും ഇഷ്ടമുള്ള തരത്തി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പിക്ചേഴ്സ് വരച്ചു കൊടുക്കാം. ചുമ്മാ ഒന്നിങ്ങനെ കറക്കി കുത്തി വരച്ചു കൊടുത്താൽ മതിയിട്ട്. നല്ല ഭംഗിയൊന്നും വേണ്ട, എങ്കിലും കുറച്ച് ഭംഗിയിലൊക്കെ അങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് എന്താ പെന്ന് വെച്ച് ഇങ്ങനെ വരച്ചിട്ട് അതിനൊന്ന് കളറൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറി, ടൂലിപ്പ്, പിന്നെ ഒരു മേക്കല്ല അല്ലേ, ഒരു റെയിൻബോ, പിന്നെ ഒരു മിൽക്ക്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയൊക്കെയാണ്. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കണം. കളർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നെയിം സ്ലിപ്പ് മിസ്സായിട്ട് തോന്നും. അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. കളർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വാട്ടർ മെലൺ ഉണ്ടല്ലോ, അതിന് ഞാനങ്ങ് കളറടിച്ച് കൊളാക്കി. കളറടിച്ചിട്ടല്ല, അതിന് കുരു വരച്ച് കൊളാക്കി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ആകെ മൊത്തത്തിൽ ആ ഒരു ക്യൂട്ട് ലുക്കൊക്കെ പോയി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടർ മെലനെ ഞാൻ എടുത്തിട്ടില്ല. ഇനി എന്താ എല്ലാത്തിലും നെയിമും ക്ലാസ്സും റോൾ നമ്പറും പിന്നെ സബ്ജക്റ്റും അങ്ങനത്തെ ഐറ്റംസൊക്കെ എഴുതി കൊടുക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇത് വാട്ടർ പ്രൂഫായിട്ട് കിട്ടണമെന്നാണെങ്കിൽ നിങ്ങളുടെ ഈ നെയിമും ക്ലാസ് റോൾ നമ്പറൊക്കെ, അതായത് അതിൻ്റെ നേരേക്ക് നിങ്ങളുടെ പേരും ക്ലാസ്സൊക്കെ എഴുതിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ടേപ്പ് ഒട്ടിക്കുക. ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം എഴുതാൻ വേണ്ടി പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഒരു ബ്ലാങ്ക് ലുക്ക് തോന്നിയോണ്ട് തന്നെ ഇങ്ങനെ ചുമ്മാ ബ്രഷ് പെൻ യൂസ് ചെയ്തൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്.
ഒരാവശ്യമില്ല, ഒരു രസത്തിന് വേണ്ടിയിരിക്കും. അത്രയേ ഉള്ളൂ. നമ്മുടെ നെയിം സ്ലിപ്പൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് നമുക്കൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു അവക്കാഡോ തീമിലുള്ള ബുക്ക് മാർക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു പേപ്പർ സ്ട്രിപ്പിൽ കുറച്ച് അവക്കാഡോസൊക്കെ അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുള്ളതും കുരുയില്ലാത്തതൊക്കെ ആയ കുറച്ച് അവക്കാഡോ ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് കറക്കി കുത്തി വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ എല്ലാത്തിനും അങ്ങ് കളർ ചെയ്തെടുക്കാം. ഈ ബ്രഷ് പെൻ മേടിച്ചതിന് ശേഷം ഈ കളർ ചെയ്യുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ. കാരണം പെൻസിൽ കളർ വെച്ചിട്ടായാലും പെയിൻറ്റ് വെച്ചിട്ടായാലും കുറേ ടൈം എടുക്കും. പെയിൻറ്റ് വെച്ചിട്ട് എനിക്ക് കളർ ചെയ്യാൻ പണ്ടേ പേടിയാണ്, കാരണം എങ്ങാനും കുളമായാലും വെച്ചിട്ട്. അപ്പോൾ എന്നിട്ട് ഇതേപോലെ ബോർഡറൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഷീറ്റ് എടുക്കുക. നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിൻ്റെ കവറൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് മാർക്ക് ഇവിടെ സെറ്റായി. പിന്നെ ഇത്തിരി കൂടി ലുക്കിന് വേണ്ടിയിട്ട് ആ ഒരു കോർണേഴ്സൊക്കെ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ ബുക്ക് മാർക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി കൂടി ഭംഗിക്ക് വേണ്ടി ഒരു ഹോളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഹോളിലൂടെ പിന്നീട് ഞാനൊരു ത്രെഡൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് ഐറ്റംസേ ഉള്ളൂ, ഇനിയും നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ കാണിച്ച ഒരു മെമ്മോ പാഡിന് വ്യത്യാസം ഉണ്ടാക്കും, വേറെ ഒന്നുമല്ല. ഈ വീഡിയോയിൽ ഉണ്ടാക്കിയ ഒരു മെമ്മോ പാഡ് കാണാനില്ല കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗിവ് അവേയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് വഴി പോസ്റ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.